ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് തൊട്ടുപിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജയിൽ വളപ്പിൽ മാനസിക രോഗിയെപ്പോലെയാണ് ഗോവിന്ദചാമി പെരുമാറിയിരുന്നത്. സെല്ലിനുള്ളിൽ നിന്നും മലം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. സെല്ലിന്റെ ചുമരുകളിൽ മലം തേക്കുകയും ചെയ്തിരുന്നു. ഇത് ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് മറ്റുള്ളവർ ധരിക്കുന്നതിന് വേണ്ടിയെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജയിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയത് 20 ദിവസത്തെ ആസൂത്രണത്തിന് ശേഷമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബാഹ്യസഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ജയിൽ ചാടിയതിനു ശേഷമാണ് പോലീസ് വിവരമറിയുന്നത്. നേരത്തെ ജയിൽ ചാടാൻ ഗോവിന്ദചാമി പ്ലാൻ ചെയ്തിരുന്നു. ജയിലിനകത്തു നിന്ന് സഹായം ലഭിച്ചുവോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നും നിതിൻ രാജ് കൂട്ടിച്ചേർത്തു. ഗോവിന്ദചാമിയെ പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ നിന്നും ചെറിയ ആയുധങ്ങൾ കണ്ടെത്തി. ഇത് ഏത് രീതിയിലാണ് ഉപയോഗിച്ചതെന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷമേ പറയാനാകൂവെന്നും പോലീസ് വ്യക്തമാക്കി. ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പ് കുറച്ച് ദിവസങ്ങളായി പ്രതി നടത്തിയിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. അതേസമയം ജയിലിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന സുധാകരൻ എന്ന തടവുപുള്ളിയുടെ വെളിപ്പെടുത്തൽ നിർണായകമാവുകയാണ്. ജയിലിനുള്ളിലെ ജയിൽ എന്നാണ് 10-ാം ബ്ലോക്ക് അറിയപ്പെടുന്നത്. 10-ാം ബ്ലോക്കിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സഹായം അത്യന്താപേക്ഷിതമാണെന്നും ജയിൽ പുള്ളിയായിരുന്ന സുധാകരൻ പറയുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഗോവിന്ദചാമിയെ ജയിലിന് പുറത്തുനിന്നോ ജയിലിന് അകത്തുനിന്നോ ആരെങ്കിലും സഹായിച്ചിരിക്കാമെന്ന അഭ്യൂഹവും പടരുന്നുണ്ട്. അതേസമയം ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രിസൺ ഓഫീസർ അടക്കം 4 ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഉത്തരമേഖല ജയിൽ DIG-യാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത്. സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം തുടങ്ങി. ഇന്നു പുലർച്ചെ 1:15-ഓടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. രാവിലെ 7:10-ഓടെയാണ് ജയിലധികൃതർ പോലീസിന് വിവരം കൈമാറിയത്. കേരളത്തെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഗോവിന്ദചാമിക്ക് ലഭിച്ചത്. സെല്ലിന്റെ ഇരുമ്പ് കമ്പി അറുത്തുമാറ്റിയാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത്. വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടിക്കെട്ടി മതിലിനു മുകളിലേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.